ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ജാസ്മിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കമൻറ്റ് അറിയിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയമാണ് ഓൺലൈൻ തട്ടിപ്പ്. എന്ന് വെച്ചാൽ ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വീണ് ഒരു തവണ ഞാൻ വീണ്, അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഇതിലായാലും ഒന്നിലും ഞാൻ വീഴില്ല. ഓൺലൈനിൽ ഒന്ന് വാങ്ങലോ ഇതാക്കലോ ഇതിൽ ഞാൻ വീണ് പോയി. എന്താ വെച്ചാൽ എൻ്റെ മാപ്പിള 4 മാസം മുൻപ് ഇവിടെ നാട്ടിലുണ്ടായിന്, 1 മാസം. അപ്പോൾ ഹോട്ടലിൽ പണി കുറവാണ്. അങ്ങനെ ഇവിടെ ഇവർക്ക് സുഖമില്ലാതായി. അങ്ങനെ ഹോട്ടലിലൊന്നും പോവാതെ അവസ്ഥയിൽ ഇവർക്ക് പണിയൊന്നും ഇല്ലാത്ത പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവർ നമുക്ക് വാടക വാടകയ്ക്ക് നിൽക്കുന്നത് 4,500 വാടക, കറണ്ട് ബില്ല്, ഇതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം. എന്ന് വെച്ചാൽ കടയിലും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം വിചാരിക്കുമ്പം ഒരിക്കൽ ഞാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കണ്ട് അതിൽ ലോൺ കൊടുക്കുന്നതെന്നില്ല ഒരു പരസ്യം കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കി. അപ്പം ആദ്യം ലോണായിട്ട് കൊടുക്കും, പിന്നെ വീട് കെട്ടാനും ലോൺ കൊടുക്കും. അപ്പം വീടില്ലാതെ നമുക്ക് ഒരു ഇതല്ല, പിന്നെ അടക്കേണ്ടത് ഞാൻ അവരോട് ചോദിച്ചു. അപ്പം അത് ഒരു ക്ലിക്കാക്കുമ്പം അത് പ്രസ് ചെയ്യുമ്പം വരുന്ന വാട്സപ്പിലേക്കാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പം പറഞ്ഞ് കിട്ടുന്നതന്നെ. ആവശ്യം എന്തെല്ലാം വേണ്ട, ഐഡൻറ്റി കാർഡും അല്ലെങ്കിൽ ആധാർ കാർഡും നമ്പർ വേണമെന്ന് പറഞ്ഞു. നമ്പർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷമീർ സാറിനോട് പറഞ്ഞു, ഷമീർ സാർ ഇങ്ങനെ ലോൺ കൊടുക്കും. ഷമീർ സാറിൻ്റെ വിചാരം ബാങ്കിൽ നിന്ന് ഇൻസ്റ്റയിൽ എന്ന് പറയാൻ സമ്മതിക്കട്ടില്ല തന്നെ. ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ വിചാരിച്ചെന്നാൽ ഇൻസ്റ്റയിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടുമില്ല. എനിക്കറിയില്ല ഇങ്ങനെ തട്ടിപ്പ് ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ ഒരു ആംശയിൽ പൈസ ലോൺ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര മാസം കൊണ്ട് അടക്കണ്ടേ പറഞ്ഞ് 42 മാസം കൊണ്ട് അടച്ചാൽ മതി. 42 മാസം എന്ന് പറയുമ്പോൾ 24 മാസം 2 കൊല്ലം, അങ്ങനെ 4 വർഷം കൊണ്ട് അടച്ച് തീർത്താൽ മതി. 1,200 വെച്ചിട്ട് അടച്ചാൽ മതി. വിചാരിച്ചാൽ അത് ലാഭമല്ല, ഒന്നാകെ കിട്ടുന്നതല്ലേ. എത്ര കിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ എനിക്കൊരു 10,000 വേണ്ട, 10,000 കുറഞ്ഞ 10,000 അപേക്ഷക്കാരുടെ കൊടുത്തപ്പം പറഞ്ഞ് 10,000 കിട്ടൂല. 10,000 സ്റ്റാർട്ടിങ്, 50,000 സ്റ്റാർട്ടിങ്. 50, 1, 1.5, 2, 2.5 അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ബാക്കി എന്തെങ്കിലും ചെയ്യാപ്പാ വിചാരിച്ചിട്ട് 50,000 ലോണിന് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങളെ ആധാർ കാർഡ് പിൻപും മുൻപും എടുക്കുക. പിന്നെ എന്ന് വെച്ചാൽ മൂന്നാമത് വേണ്ട, നിങ്ങൾ കൈമ പിടിച്ചിട്ടൊരു സെൽഫി, എൻ്റെ മുഖം കാണുന്ന സെൽഫി വേണം. ഞാൻ അതും കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല, പൈസ കിട്ടുന്നതല്ലേ, കടം തീർക്കാൻ ഒരു ആവശ്യത്തിന് കിട്ടുന്നതല്ലേ അറിഞ്ഞിട്ട് അതും ഞാൻ അയച്ചു കൊടുത്തു, സെൽഫിയും അയച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞ് നിങ്ങൾക്കൊരു ഫോം വരുന്നുണ്ട്, അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യണം, ഓൺലൈനിൽ തന്നെ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഓരോന്നും അറിയാത്തത് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ സഹായിക്കാം, അവർ പറഞ്ഞു സഹായിക്കാം എന്ന് പറഞ്ഞാൽ അവരെന്നെ പറഞ്ഞു തന്നു. ഇതാക്കിയിട്ട് എല്ലാം നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാതെ തന്നെ ഫോൺ ഇതാക്കുക പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തു. പറഞ്ഞ് സെറ്റായിട്ടുണ്ട്, നാളെ വിവരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആധാർ കാർഡ് നമ്പറും കൊടുത്തു, പിന്നെ ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തു, അതെല്ലാം കൊടുത്തു. പിന്നെ അവർ എന്തോ ഭാഗ്യത്തിന് OTP ചോദിക്കുന്നില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുമില്ല. OTP എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടേനും, പക്ഷേ എന്നോട് ചോദിച്ചിട്ടുമില്ല അവർ. എന്നിട്ട് പിറ്റേന്ന് എന്നോട് രാവിലെ ഞാൻ ചോദിച്ചു എന്തായി എന്നൊക്കെ പറഞ്ഞ് ലോൺ പാസ്സായിട്ടുണ്ട്. പിന്നെ മാഡം അത് എന്ന് വെച്ചാൽ 50,000 കിട്ടുമ്പം 10% അടക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു എത്ര, 10% 5,000. ഞാൻ ചോദിച്ചു എത്ര അടക്കേണ്ടി വരും? 5,000 അടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ 50,000 തരുമ്പം അതിൽ 5,000 കഴിച്ചോ, 5,000 കഴിച്ചിട്ട് ബാക്കി 45,000 തന്നാൽ മതി. അത് പറ്റൂല ചേച്ചി, നിങ്ങൾക്ക് 5,000 അടച്ച് കിട്ടണമെങ്കിൽ 55,000 അങ്ങോട്ട് അതേ സ്പോട്ടിൽ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടക്കാനുണ്ടോ കഴിവുണ്ടോ എന്ന് നോക്കാൻ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ഈ ഷമീർ ഷാണ്ട് അപ്പോൾ അന്ന് ഹോട്ടലിൽ നല്ല തിരക്കുവാന്ന്. ഷമീർ ഷാ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്, പോയി പിന്നില്ല കടാന്ന് ഞാൻ പറയുന്നത്, ഉണ്ടാകുന്ന സമയത്തില്ല കട വീട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷമീർ ഷാ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷമീർ ഷാ ഇങ്ങനെ ലോണിന് നീ എന്തെങ്കിലും ആക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഷമീർ ഷാ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ എന്താക്കി എൻ്റെ ഫ്രണ്ടിനോട് 5,000 വാങ്ങി, ഇങ്ങോട്ടുള്ള ഫ്രണ്ടിനോട് 5,000 വാങ്ങി, അവർ സെക്കൻഡ് കൊണ്ട് തരാമെന്നും പറഞ്ഞിട്ട് വാങ്ങി. 1 സെക്കൻഡ് പോയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൈസ ഇല്ല. ഞാൻ ചോദിച്ചാൽ എന്താ അയച്ചിട്ടുണ്ട് വരുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു അയച്ചിട്ട് വരാൻ ഇത്ര താമസം, ഞാൻ അന്നത് നിങ്ങൾക്കത് കിട്ടിയില്ലേ? അപ്പം അത് അതേ സ്പോട്ടിൽ കിട്ടി, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്ത് അതെല്ലാം കിട്ടി, ഗൂഗിൾ പേ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു പിന്നെന്താ നിങ്ങളെ പൈസ ഇങ്ങോട്ട് വരാം, അത് നിങ്ങൾ തന്ന നമ്പർ
എന്തോ പ്രോബ്ലം ബാധിച്ചു. ഞാൻ പ്രോബ്ലം വരില്ല, ഞാൻ കൊടുക്കുന്ന നമ്പർ എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന നമ്പർ നിങ്ങൾക്കും തന്നെ എല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് അവർ ഇട്ടായിരുന്നു നമ്പർ മാറിയിട്ടുണ്ട് എന്ന്. പക്ഷെ ഞാൻ നമ്പർ മാറിയിട്ട് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എടുത്തത് ഞാൻ സ്ക്രീൻഷോട്ട്, ഞാൻ എഴുതിയത് അയച്ചു കൊടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്ത്. ഇതല്ല ചേച്ചി, ഇതല്ല നിങ്ങൾ തന്നത് വേറെ നമ്പർ. ഞാൻ പറയാം എനിക്കങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട്, ഞാൻ പറയാം അതൊന്നും എനിക്കറിയാം, നിങ്ങൾ എന്താക്കിട എത്രയോ ലക്ഷം കോടിക്കണക്കിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് 20,000 അധികം കട്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറ്റൂല, 5,000 എന്നെ തിരിച്ചത് എനിക്ക് അറിയും, 20,000 പറ്റൂല എനിക്ക്. അപ്പോൾ 5,000 ഞാൻ പറഞ്ഞു എന്നിട്ട് എനിക്കാവൂല, എന്താ വെച്ചാൽ 5,000 ഞാൻ അവിടെ നല്ല തിരിച്ചിട്ട് തന്നതാണ് നിങ്ങൾ തരുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞു. ഞാൻ എന്താക്കി എൻ്റെ മാപ്പിളിനോട് ഞാൻ പറഞ്ഞു ക്ഷമിച്ച് ഇങ്ങനെ പറയൂ, നിനക്കെന്താ പ്രാന്ത, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് അവർ തട്ടിപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഷമീർച്ച ഇങ്ങനെ പറയുന്നത് അവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഇല്ലെങ്കിൽ എന്നെ പൂട്ടുന്നാ പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് ജീപ്പ് വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അറിയുന്നത് എന്തെല്ലാം ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു നീ ഒന്നാക്കണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ മാപ്പിളിനെ വിളിക്ക്, ഞാൻ നമ്പർ തരാം, എനിക്ക് നിങ്ങളെ നമ്പറൊന്നും തരേണ്ട ആവശ്യമില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. ആരാ ഷമീർ? അപ്പം നോമിനായിട്ട് ഞാൻ ഷമീർ എന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ മാപ്പിളിൻ്റെ പേര്. ആരാ ഷമീർ? ഞാൻ എൻ്റെ ഭർത്താവാണ്, ഭർത്താവിനോട് ചോദിക്ക്, ഭർത്താവ് എല്ലാം പറയും. അല്ലാതെ പെണ്ണായ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നാലും നിങ്ങളെ കൊണ്ട് നിങ്ങൾ 5,000 വലിയ ഇതാണ്, നിങ്ങൾ കോടതിയിൽ വന്നിട്ട് കെട്ടണം. അങ്ങനെ ഞാൻ പൈസ ബാങ്കിൽ ബ്ലോക്കായി എന്ന് വിചാരിക്കുക, അക്കൗണ്ട് നമ്പർ മാറി അവർ ചെക്ക് ചെയ്തിട്ട് അയക്കും, പിന്നെ അങ്ങനെ നിങ്ങൾ കോടതിയിൽ കെട്ടാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അതല്ല, അങ്ങനെ അത് എത്രയോ ബ്ലോക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ കോടതിയിൽ വന്നിട്ട് കെട്ടണം. ഇവർ എൻ്റെ നോർമൽ കോളിൽ വിളിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ, വാട്സപ്പ് നമ്പറിലേക്ക് കിട്ടുന്നില്ല. വാട്സപ്പ് നമ്പറിൽ സംസാരിച്ചതാക്കുമ്പോൾ ഇവർ നല്ലോണം ചൂടായി പറഞ്ഞു, അതിനോട് നിന്ന്. പിന്നെ ഒരേ വിളി വിയറാങ്കിന് ഓരോരോ നമ്പറിന്. ഒരു പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ നിന്ന് ഒരു ഫയൽ ഇതാക്കിയിട്ട്, എന്താ വെച്ചാൽ കേസ് എന്തെന്ന് എന്തോ അക്കൗണ്ട് നമ്പർ ഇതാക്കിയിട്ട് എന്നതാണ്, അതുകൊണ്ട് ഇവിടെ ബാങ്കെല്ലാം ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് ആ പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ സീലും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി, ഞാൻ എവിടുന്ന പൈസ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർ നീ എന്താക്കുന്നത് വെച്ചാൽ ആ ഷമീർച്ച പറഞ്ഞു എന്താക്കുന്നത് വെച്ചാൽ ഞാൻ ചെറുപുഴയിലാണ് നിൽക്കുന്നത്, നീ എന്താക്കുക പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്, പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പം ശരിയായിക്കോളും എന്ന് പറയും. എന്നിട്ട് ഞാൻ ധൈര്യത്തോടെ പോയി. എന്താ വെച്ചാൽ രണ്ടും കൽപ്പിച്ചിട്ട് പോകണം. അതുമല്ല എന്നോട് ഷമീർ സാറിൻ്റെ അക്കൗണ്ട് നമ്പർ മാറ്റേണ്ടി വരും, ബാങ്ക് അക്കൗണ്ട് നമ്പർ അവരെല്ലാം അവിടെ സ്റ്റേ ചെയ്യും, അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ മാറ്റേണ്ടി വരും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഗൂഗിൾ പേ ബ്ലോക്കാക്കി എല്ലാം ബ്ലോക്ക് ആവുമല്ലോ എൻ്റെ. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ സ്റ്റേഷനിൽ പോകുമ്പം പോലീസുകാർ ആദ്യം എന്തെല്ലോ പറഞ്ഞു ഓൺലൈനിൽ തട്ടിപ്പാന്ന്. അപ്പം നിങ്ങളത് എത്ര പൈസ പോയി? ഞാൻ 2,500 പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു പെണ്ണ് നിൽക്കുന്നുണ്ട്, അത് എൻ്റെ അത്ര പ്രായവുമില്ല, 1.5 ലക്ഷം ഉറുപ്പ്യ ആണ് അവൾ തീർത്തത്. എന്താ വെച്ചാൽ അവൾ വീട് കെട്ടേണ്ട പൈസ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊടുത്തേക്കുന്നത്, ഓള് ഇൻസ്റ്റഗ്രാമിൽ ഓരോന്ന് ഇതാക്കിയിട്ട് കൊടുത്ത് ലാസ്റ്റ് 1.5 ലക്ഷം ഉറുപ്പ്യ എല്ലാം കൊടുത്തിട്ട് 1.5 ലക്ഷം ഉറുപ്പ്യ അത് ശരിയായിട്ട് ഇത് ശരിയായിട്ട് അറിയിട്ട് അവൾ കഴിയുന്നുണ്ടെന്ന് കരയുന്നുണ്ട്. ഭർത്താവായെങ്കിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തെന്ന് ചെയ്യേണ്ടത് അവൾ ആടുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാനോട് പറഞ്ഞു നിങ്ങളത് 5,000 പോയിട്ടില്ലോ, അത് പ്രശ്നമാക്കണ്ട. ഞാൻ പറയാം എനിക്ക് പൈസൻ്റെ അല്ല പ്രശ്നം, പൈസ കിട്ടിയില്ലെങ്കിൽ സാറില്ല പോട്ട്, അവർ തേയുന്നുണ്ടെങ്കിൽ തേയട്ട് ഏതെങ്കിലും വീക്ക് നമുക്ക് കിട്ടുമായിരിക്കും, അത് പ്രശ്നമാക്കണ്ട. പക്ഷെ എനിക്ക് ഈ ഭീഷണിപ്പെടുത്തുന്നു സാറേ എന്ന് പറയുമ്പോൾ പറഞ്ഞ് ഇല്ല ഭീഷണിപ്പെടുത്തുന്നില്ല, പെടുത്തൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ബാനോട് അതിൻ്റെ അടുത്ത് തന്നെ ബാങ്ക് കനറ ബാങ്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, മാനേജറെ കണ്ടപ്പം പറഞ്ഞു അതും പ്രശ്നമാക്കണ്ട, OTP കൊടുത്താൽ മാത്രമേ പ്രശ്നം. അപ്പം എന്നോട് കുറേ ആൾ വിളിച്ചിട്ട് പറയും, ഞാൻ ഈ സംഭവം ഇടുന്നില്ല അവരോട്, എൻ്റെ ബന്ധുക്കളോടും പിന്നെ എൻ്റെ ചങ്ങായിമാരോടെല്ലാം പറയുമ്പം അവർ പറയുന്നത് വെച്ചാൽ അതെങ്ങനെ നിൻ്റെ എല്ലാം ബ്ലോക്ക് ആവും, ഇങ്ങനെയാന്ന് പറഞ്ഞ് അവരും കുറേ പേടിപ്പിക്കാൻ കഴിയുമ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷൻ കൊണ്ടാണ് ബാങ്കിലേക്കും പോയി. അപ്പോൾ മാനേജർ പറഞ്ഞു അതൊന്നും പേടിക്കേണ്ട, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ എന്നിട്ടും പറഞ്ഞിട്ട് ഈടുന്ന ഇവരെല്ലാം പറയുന്നത് അത് പ്രശ്നം തന്നെ എന്ന് പറയുന്നത്. ഷമീർ സാർ അതൊന്നും പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് മാനേജറോട് സംസാരിക്കുന്നെടുക്കുന്നത് എന്താ വെക്കുന്നത് മാഡം NPT അങ്ങനത്തെ എന്തോന്നാ ഓഫീസിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്താക്കുന്നത് മാഡം? ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് വാങ്ങിക്കോ, 20,000 25,000 കൊടുത്തിട്ട് അവിടുന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് സാറേ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഈ നമ്പറിലാണ് വിളിക്കുന്നത്, ഇപ്പം പുതിയ നമ്പറിൽ വിളിക്കുന്നുണ്ട്. ഒരു പോലീസുകാർ തന്നെ അവിടെ നല്ലൊരു പോലീസുകാരുണ്ട്, ആ പോലീസുകാർ നമ്പർ വിളിച്ചിട്ട് ഇതാക്കി എൻ്റെ അറിയാൻ വിളിക്കില്ല, വീട്ടിലെത്തുമ്പോഴേക്കുണ്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങൾ നഖത്തിൻ്റെ അടിയിൽ കള്ളിയാണ് മാഡം, നിങ്ങൾ മാഡം കള്ളിയാണ്,
നഖത്തിൻ്റെ അടിയിൽ കള്ളം പറഞ്ഞ് നടക്കുന്ന കള്ളി. ഞാൻ ആയിക്കോട്ടെ, ഞാൻ കള്ളിയാണ്, കള്ളിയായെങ്കിൽ നിങ്ങൾ കള്ളനായിരിക്കും, അതുകൊണ്ടല്ല എന്നെ പറ്റിക്കുന്നു, ഒരു പെണ്ണിങ്ങനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കഴിഞ്ഞ് പിന്നെ നിൽക്കുന്നില്ല. പിന്നെ കേരള പോലീസിൻ്റെ സീലെല്ലാം അയച്ചിട്ടുള്ളൊരു ക്ലാസ് അയച്ചെനിക്ക്. ഞാനെന്താക്കിയെന്ന് വെച്ചാൽ അപ്പോൾ പോലീസുകാർ എനിക്ക് നമ്പർ തന്നെ പെരുങ്ങോത്തിലത്തെ. ഞാൻ പോലീസുകാരെ വിളിച്ച് പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ബന്ധത്തിൽ ഒരു താൻ്റെ കൂടെ പഠിച്ച ഒരു ആളുണ്ട്. അയാളുടെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ അയാളെ നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞ് ഇത്തത്തെ പറഞ്ഞ് നീ വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അയാളോട് ഞാൻ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞ് വാട്സപ്പിൽ ഇങ്ങോട്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഇട്ട് അത് പച്ചക്കള്ളാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ട, അത് പച്ചക്കള്ളം, വെറും തട്ടിപ്പാണ്, നിങ്ങൾ ഒന്നിനും കൂട്ടാക്കണ്ട, നിങ്ങൾ പറഞ്ഞാൽ വന്നോട്ട് എന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ പറയാം ആയിക്കോട്ടെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് പോലീസുകാർ വരുമ്പം തൂക്കിയെടുക്കുമ്പോൾ എന്തിനാന്ന് നീ ചോദിക്കാൻ പാടില്ല, ഇപ്പം നമ്മൾ പറഞ്ഞല്ല, ഇനി ലക്ഷമായിരിക്കും ഇങ്ങനെ കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർ ആയിക്കോട്ടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ മനസ്സിലൊരു പേടിയുണ്ട്, ഞാൻ പുറത്ത് കാണിക്കുന്നില്ല, അതിന് അവർ ആയിക്കോട്ടെ വന്നോട്ട്, ഞാൻ ഏതായാലും തമിഴ്നാട് കണ്ടിട്ടില്ല, അപ്പെങ്കിലും ആടുന്നെങ്കിലും ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോലീസുകാരെ വിളിക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട, അവരോട് ഇങ്ങനെ ധൈര്യത്തിൽ തന്നെ പറഞ്ഞാൽ മതി, നമ്മളെ നാട്ടിലും പോലീസുകാരുണ്ട്, നമ്മളെ നാട്ടിലും പോലീസുകാർ തന്നെ ഉണ്ട്, അവരും ഒരു ചുക്കും ചെയ്യൂല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ അതേ ധൈര്യത്തിൽ പറഞ്ഞു. പിന്നെ ആ വിളി ഇന്നും വരണത്ര കേട്ടാ, ആ വിളി ഇന്നും വന്നിട്ടില്ല. പക്ഷെ അവർ പറ്റിച്ചു. പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 അല്ല 40,000 കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഉണ്ട് അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടേനും, അക്കൗണ്ടിൽ ഇല്ലാതുകൊണ്ട് ഈ 5,000 തന്നെ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് തിരിച്ചിട്ട് ഒരു ചങ്ങാനോട് തിരിച്ചിട്ട് കൊടുത്തതാണ്. അത് ആ 5,000 പോയിട്ടില്ലെന്നല്ല ഒരു സമാധാനത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ഓൺലൈൻ ഡ്രസ്സായാലും എല്ലാം ഇപ്പോൾ ഡ്രസ്സ് മീഷോ അങ്ങനെ ഇങ്ങനെയെല്ലാം, പക്ഷെ നമ്മൾ ഇൻസ്റ്റയിൽ പറഞ്ഞതല്ല കിട്ടുന്നത്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇൻസ്റ്റയിൽ പറഞ്ഞ ഓർഡറെല്ലാം കിട്ടുന്നത്. അപ്പം എല്ലാവരും ഓൺലൈനിൽ തട്ടിപ്പെല്ലാം ഓൺ കൊടുക്കുന്ന എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്കുമായിട്ട് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഓൺലൈനിൽ ആരും തട്ടിപ്പാക്കണ്ട. 5,000 പോയതാണ്. പക്ഷെ അവർ എന്തെല്ലോ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ ആകെ പതറിയിട്ടുണ്ടായി. പക്ഷേ എല്ലാത്തിനും ധൈര്യമായിട്ട് ക്ഷമിച്ച പറഞ്ഞു, നീ പേടിക്കണ്ട, എന്താ വെച്ചാൽ നീ എന്തിനാ പേടിക്കുന്നത്, എൻ്റെ ചങ്ങായിനെ വിളിച്ചിട്ട് ക്ഷമിച്ച പറയും, ഓളോട് പറ ഒന്നും ഇതാക്കണ്ട, 2 ദിവസം വരെ ഫോൺ യൂസ് ആക്കണ്ട എന്ന് എന്നിട്ട് ഞാൻ 2 ദിവസം വരെ ഫോൺ യൂസ് ആക്കിയിട്ടുണ്ട്. പോലീസുകാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫോണെല്ലാം യൂസ് ആക്കുക, അവരെ പേടിച്ചിട്ട് ഞാൻ ഫോൺ യൂസ് ആക്കാതിരിക്കുന്നത്, അതൊന്നും പേടിക്കണ്ട, എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പോലീസുകാർ പറഞ്ഞു നിങ്ങളെ കുറേ പൈസ ഉണ്ട്, നമുക്ക് കുറച്ചിതാ, എന്താ വെച്ചാൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ അവർക്ക് അറിയാതെ അവർക്ക് കൊടുത്തില്ല. ഞാൻ പറഞ്ഞ അല്ല സാർ, ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ചെറിയ മക്കളല്ലേ കട ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കും, വലിയ ഒന്നാമത് സ്കൂൾ തുറക്കുന്ന ടൈമും. അപ്പോൾ നമ്മൾ വിചാരിച്ചെല്ലാം വാങ്ങാലോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് അതാക്കി. പക്ഷെ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നു വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതാ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പറ്റിയ ഒരു അബദ്ധമാണ് ഈ ലോണിൻ്റെ പേരിൽ. അതുകൊണ്ട് ആരും എന്നെ വീഴാൻ നോക്കണ്ട, വീഴാതെ ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ഒക്കെ കമൻ്റ് അറിയിക്കുക കേട്ടോ. അപ്പം എൻ്റെ അനുഭവം നിങ്ങൾക്കും പങ്കുവെക്കാറിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇനിയും പുതിയ വീഡിയോ വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ.